നമുക്കെല്ലാവർക്കും ഒരമ്മയുണ്ട്. ആ അമ്മയുടെ വില നാം മനസ്സിലാക്കുന്നത് ആ അമ്മയിൽ നിന്ന് നാം മാറി നിൽക്കേണ്ടി വരുമ്പോഴാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും വേദനകളും നമ്മുടെ പെരുമാറ്റത്തിലെ വ്യത്യാസവും എല്ലാം മനസ്സിലാക്കുന്നവളാണ് നമ്മുടെ അമ്മ. നമുക്ക് ശാരീരികമായി ജന്മം നൽകിയ ഈ അമ്മയ്ക്ക് നമ്മെ ഇത്രയും അറിയാമെങ്കിൽ നമ്മെ ആത്മീയമായി കാത്തു പരിപാലിക്കുന്ന പരിശുദ്ധി അമ്മയ്ക്ക് നമ്മെ എന്തുമാത്രം അറിയാമായിരിക്കും. ആത്മീയമായ, ശാരീരികമായ, മാനസികമായ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, അതുപോലെ ഈ നിമിഷം നാം ചിന്തിക്കുന്ന കാര്യം പോലും വ്യക്തമായി അറിയുന്നവളാണ് പരിശുദ്ധി അമ്മ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതിലൂടെ, കുരിശിൻ ചൂടുവരെ ഈശോയെ അനുഗമിച്ചതിലൂടെ പരിശുദ്ധി അമ്മയെ ദൈവം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയും നാം ഓരോരുത്തരുടെയും അമ്മയുമാക്കി. യഥാർത്ഥത്തിൽ ക്രിസ്തു നമുക്ക് നൽകിയ ഈ അമ്മ നമുക്കെന്നും ഒരു മധ്യസ്ഥയാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും വേദനകളിലും പ്രതിസന്ധികളിലും നമ്മെ സഹായിക്കാൻ പരിശുദ്ധി അമ്മയ്ക്ക് സാധിക്കും. കാനായിലെ കല്യാണ വിരുന്നിലെ അത്ഭുതം നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ. വിവാഹ ചടങ്ങ് നടക്കുന്നതിനിടയിൽ വീഞ്ഞു തീർന്നു പോയ കാര്യം പരിശുദ്ധി അമ്മ അറിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അങ്ങനെ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം വഴി അവർക്കുണ്ടാകാമായിരുന്ന വലിയ അപമാനം ഇല്ലാതാകുന്നു. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധി അമ്മയുണ്ടെങ്കിൽ നാം അപമാനിതരാകാൻ പരിശുദ്ധി അമ്മ അനുവദിക്കില്ല. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് ക്ലാസ് ടെസ്റ്റുകൾക്കൊക്കെ മാർക്ക് വളരെ കുറവായിരുന്നു. ചില വിഷയങ്ങൾക്ക് തോറ്റുപോയിട്ടുമുണ്ട്. പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അപമാനിതയാകാൻ പരിശുദ്ധി അമ്മ ഇടയാക്കിയില്ല. ഫൈനൽ എക്സാമിന് ഒരു വിഷയത്തിന് പോലും തോൽക്കാൻ അമ്മ അനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പരിശുദ്ധി അമ്മ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം അപമാനിതരാകാൻ പരിശുദ്ധി അമ്മ അനുവദിക്കില്ല. നമുക്ക് നമ്മുടെ ഓരോ നിമിഷവും പരിശുദ്ധി അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നേറാം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധി അമ്മ സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഓരോ നിമിഷവും നമുക്ക് ജീവിക്കാം.